എൻ്റെ പേര് സുഫാനാണ്. ഞാൻ ഇവിടെ മലപ്പുറം മമ്മൂട്ടി ഫാൻസിന്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫാൻസുകാരും പിന്നെ കുറച്ച് നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരും എല്ലാം കൂടി ഒന്നിച്ച് വലിയൊരു ആഘോഷമാക്കി. അപ്പോൾ പരിപാടി സംഭവം 73 വയസ്സായി. പക്ഷേ മൂപ്പര സ്ക്രീനിൽ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു 73 വയസ്സുകാരനായിട്ട് തോന്നൂല. എൻ്റെ പേര് സുഫാനാണ്. ഞാൻ ഇവിടെ മലപ്പുറം മമ്മൂട്ടി ഫാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഇത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് ഷമീം. നമ്മളിവിടെ ഏതൊരു മമ്മൂക്ക പടം വന്നാലും അത് മാസ് ക്ലാസ് അങ്ങനെ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാ പടവും ഒരു ആഘോഷ രൂപത്തിലാണ് ഇവിടെ എടുക്കാറുള്ളത്. ഇപ്പോൾ ഈ ടെർബോ എന്നുള്ളത് മമ്മൂക്കാൻ്റെ തന്നെ മമ്മൂട്ടി കമ്പനീൻ്റെ 5ാമത്തെ പടമാണ്. ഏറ്റവും ചെലവേറിയ പടമാണ് മമ്മൂട്ടി കമ്പനി എടുക്കുന്നത്. അതും ഇതൊരു ആദ്യം പറഞ്ഞിട്ടുണ്ട്, മാസ് മസാല എന്നല്ല, ഒരു ആക്ഷൻ ഓറിയന്റഡ് കോമഡി അങ്ങനത്തെ ഒരു ഫിലിമാണ്. നമ്മൾ ആദ്യം മുതലേ വലിയ വലിയ പ്ലാനുകളായിരുന്നു. പക്ഷേ മഴ കാരണം കുറേ പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റിയില്ല. ഇപ്പോൾ രാവിലെ നമ്മൾ നാസിക് ഡോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫാൻ ഷോ ഉണ്ടായിരുന്നു 9 മണിക്ക്. അപ്പോൾ നമ്മൾ ഫാൻസുകാരും പിന്നെ കുറച്ച് നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരും എല്ലാം കൂടി ഒന്നിച്ച് വലിയൊരു ആഘോഷമാക്കി. അപ്പോൾ പരിപാടി വളരെ ഉഷാറാക്കി. ആ പരിപാടിക്ക് ഫാൻ ഷോക്ക് വന്നവരെ എല്ലാവരും ഒരേ സ്വരത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ മമ്മൂക്കാനെ ഇത്ര ഒരു എനർജിയിൽ കാണുന്നത്. ഷൈലോക്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് മൂപ്പരൊന്ന് ഇയകി ചേർന്ന് അങ്ങനെ ഒരു ഇതിൽ കാണുന്നത്. അപ്പൊ എല്ലാവരും തന്നെ വളരെ എക്സൈറ്റഡിലാണ് പടം കഴിഞ്ഞിറങ്ങി പോണത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അപ്പോൾ നമുക്കും തന്നെ വളരെ സന്തോഷം. ഇത് ഇനിയും ഇതുപോലെയുള്ള സംഭവം 73 വയസ്സായി. പക്ഷേ മൂപ്പര സ്ക്രീനിൽ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു 73 വയസ്സുകാരനായിട്ട് തോന്നൂല. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് മൂപ്പരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അതെ, നമ്മൾ ഫാൻസുകാരാണെങ്കിലും ഒരു നോർമൽ പ്രേക്ഷകനാണെങ്കിലും ഒരു ഇപ്പോ ഏത് പടം എടുത്ത് നോക്കിയാലും ഒരു മമ്മൂക്ക പടം എന്നുള്ളത് ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ഇതാണ്. ഈ ഒരു പടത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 2.5 മണിക്കൂർ ഒന്നും അറിയാതെ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഫുൾ എനർജി ലെവലിൽ എൻഗേജ്ഡ് ആയിട്ട് കണ്ട് ആഘോഷിച്ച് പോകാൻ പറ്റിയ ഒരു പടമാണ്. അതാണ് ടെർബോ. നമ്മൾ പ്രതീക്ഷിച്ചിലേറെ ഉയർന്നാണ്. കാരണം ഇതിന്റെ മുമ്പ് നമ്മളെന്താ വെച്ചാൽ വൈശാഖ് മമ്മൂക്കാനെ വെച്ച് ചെയ്ത 2 പടങ്ങളും നമുക്ക് ആഘോഷാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വേറെ ആളായിരുന്നു. ഇതിപ്പോ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റും കൂടി ആയപ്പോൾ നമുക്ക് 2 ഇരട്ടി എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ച 2 ഇരട്ടി സന്തോഷമാണ് നമുക്ക് കിട്ടിയുള്ളത് ഈ പടത്തിൽ നിന്ന്. ഒരു അതൊരിക്കലും ഈ സിനിമയെ ബാധിക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്നല്ല, ആരായാലും പടം നല്ലതാണോ മറ്റൊരു സംഭവങ്ങളും ആ പടത്തിന് ബാധിക്കൂല. അത് നമുക്ക് വളരെ എത്രയോ തെളിവുകളുണ്ട്. അപ്പൊ ഈ പടത്തിന്റെ ബുക്കിംഗ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ഇവിടെ തന്നെ 3rd ഷോ ഇട്ടത് ഏകദേശം ഫുള്ളാവാനായി. അപ്പൊ വിവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും പടത്തിനെ ബാധിക്കൂല. പടം നല്ലതാണെങ്കിൽ ആളുകൾ അതാണ് മലയാളം. നമ്മൾ പൊതുവെ ഇവിടെ ചെയ്യാറെന്താ വെച്ചാല് നാസിക് ഡോള്, പിന്നെ ഇവിടെ അലങ്കരിക്കലുണ്ട്. ഇതിപ്പോ മഴ ആയതുകൊണ്ട് പിന്നെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ എന്താ വെച്ചാല് പൊതുവെ ഈ പടം ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വിജയാഘോഷം എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ ഒരു കേക്ക് മുറി ഉണ്ടാവും. അതിന്റെ പുറമെ പുറത്ത് വല്ല അനാഥാലയങ്ങളിലോ ഇതോ ഒക്കെ അന്നദാനമായിട്ട് അങ്ങനെയാണ് നമ്മൾ പൊതുവെ അങ്ങനെ ആഘോഷിക്കാറ്. കാരണം അത് മമ്മൂക്കാന്റെ ഒരു ഇതാണ്. മമ്മൂക്ക പറഞ്ഞത് നമ്മൾ തിയേറ്ററിൽ കുറെ ഇതാക്കുക എന്നുള്ളതല്ല, നമ്മളെ കൊണ്ട് ഒരു മനുഷ്യന് എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും അത് ചെയ്യുക എന്നുള്ളതാണ് ഫാൻസ് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുക. അങ്ങനെയാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ നമ്മൾ ഇടാനുള്ള കാരണം. ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് കേരളത്തിൽ എല്ലാ ഇതിലും നമ്മൾ ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ മലപ്പുറത്ത് തന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അന്ന് അഗതി മന്ദിരത്തിൽ. അങ്ങനെ നമ്മളെല്ലാ ബർത്ത്ഡേയും എല്ലാ പടങ്ങളും നമ്മൾ ആഘോഷിക്കല് അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ. ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റിൽ ഉള്ളവർ തമ്മിൽ പിരിക്കും, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറേ ഗൾഫ് ഉള്ള ടീംസ് ഉണ്ട് അങ്ങനെ. അതേപോലെ ഫാൻ ഷോന്റെ ആകുമ്പോൾ ഫാൻ ഷോ നമുക്ക് ഒരു ടിക്കറ്റും എക്സ്ട്രാ വരുന്ന പൈസ വെച്ചിട്ട് അതിന് എടുത്തുകൊണ്ടാണ് ചെയ്യാറുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.